പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യം. നാവ് വളരെ ചെറിയ അവയവമാണ്, എങ്കിലും അത് വൻപു പറയുന്നു. ചെറിയൊരു തീപ്പൊരി എത്ര വലിയ വനത്തെയാണ് ചാമ്പലാക്കുക. നാവ് തീയാണ്. നാവിനാൽ എല്ലാം കെട്ടിപ്പൊക്കുകയും നാവിനാൽ തന്നെ എല്ലാം തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്യാം. നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും ഒന്നുകിൽ സ്വർഗം തുറക്കും, അല്ലെങ്കിൽ നരകം തുറക്കും. ഒന്നുകിൽ അനുഗ്രഹം വർഷിക്കും, അല്ലെങ്കിൽ ശാപവും തിന്മയും വിതയ്ക്കും. ഒന്നുകിൽ ജീവൻ പകരും, അല്ലെങ്കിൽ മരണവും രോഗവും വരുത്തും. ഒന്നുകിൽ ഐശ്വര്യവും ഉയർച്ചയും നൽകും, അല്ലെങ്കിൽ തകർച്ചയും നാശവും വരുത്തും. ഒന്നുകിൽ സന്തോഷവും ആനന്ദവും സമാധാനവും നൽകും, അല്ലെങ്കിൽ ദുഃഖവും അസ്വസ്ഥതയും നൽകും. ഒന്നുകിൽ സൗഖ്യവും ആരോഗ്യവും നൽകും, അല്ലെങ്കിൽ മുറിവുകളും അനാരോഗ്യവും പകരും. വിശുദ്ധ യാക്കോബിന്റെ ലേഖനം 3:10. ഒരേ വായിൽ നിന്ന് അനുഗ്രഹവും ശാപവും പുറപ്പെടുന്നു. നമുക്ക് മുന്നിൽ സ്വർഗവും നരകവും തുറക്കുന്നത് സ്വന്തം നാവ് തന്നെ. ഹവ്വയുടെ നാവാൽ നരകം തുറക്കപ്പെട്ടു. പാപവും ശാപവും മരണവും മനുഷ്യനിലേക്ക് കയറി വന്നു. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ നാവാൽ സ്വർഗം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. രക്ഷകനും രക്ഷയും ജീവനും മനുഷ്യനിലേക്ക് കടന്നു വന്നു. വിശുദ്ധ യാക്കോബ് 3:2. സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പരിപൂർണനാണ്. തൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് കഴിയും. ദൈവമക്കളെ, സ്വർഗം തുറക്കാനും അടയ്ക്കാനും നരകം തുറക്കാനും അടയ്ക്കാനുമുള്ള താക്കോൽ നാവിലാണ് കർത്താവ് വച്ചിരിക്കുക. നാം അതിലേത് താക്കോൽ ഉപയോഗിക്കുന്നു എന്നതിലാണ് നമ്മുടെ നിത്യരക്ഷ അല്ലെങ്കിൽ നിത്യശിക്ഷ, സ്വർഗം അല്ലെങ്കിൽ നരകം. നാവ് തീയാണ്, സൂക്ഷിക്കുക. യേശു നാമത്തിൽ സകലരും രക്ഷിക്കപ്പെടട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.